ഞാൻ സാധാരണ ബീഫ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒലത്തി എടുക്കുക കേട്ടോ പതിവ്. ഞാൻ വിചാരിച്ചിരുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് ട്രൈ ചെയ്യാമെന്ന്, ഇടിയിറച്ചി ഉലർത്തിയത്. ഇറച്ചി ഉണക്കിയെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ അത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് 1 കിലോ ഇറച്ചിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി. വിനാഗിരി ഓപ്ഷണലാണ് കേട്ടോ. കുറച്ച് നാളൊക്കെ വേണ്ടവർക്ക്, കുറച്ച് നാൾ വെക്കേണ്ടവർക്കൊക്കെ അത് ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പെരിഞ്ജീരകം മസ്റ്റാണ് കേട്ടോ. എനിക്ക് പെരിഞ്ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പെരിഞ്ജീരകം ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിത് കുക്കറിലോ പാലിലോ ചട്ടിയിലോ ഒക്കെ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം പാലിലാണ് വേവിച്ചെടുക്കുന്നത്, എൻ്റെ അധികം വേവില്ല. പക്ഷെ വേവിച്ചെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് നല്ല ഉടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ വേവ് കൂടുതലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഉടച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൈ വെച്ചോട്ടോ ഉടച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മൊരിച്ചെടുക്കണം. ഇതിനായിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ചതച്ചെടുക്കണം. സവോള ചെറിയ സ്മോൾ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. സവോള എടുക്കാത്തവർക്ക് ചുവന്നുള്ളി ഏറെ എടുത്ത് ചതച്ചെടുത്താൽ മതി. ഇനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കരിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ വറ്റൽമുളകും ഇട്ട് വഴട്ടിയെടുക്കുക. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. ഇവ പൊടിഞ്ഞു കിട്ടുന്ന പരുവത്തിന് നമുക്ക് മൊരിച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് മസാലാസൊക്കെ ഇടാം. നേരത്തെ എടുത്ത അതേ മസാലസ് അതേ അളവിലാണ് കേട്ടോ നമുക്കിവിടെ എടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ മല്ലിപ്പൊടിയും മീറ്റ് മസാലയും സാധാരണ ബീഫ് റോസ്റ്റിനൊക്കെ ചേർക്കാറുണ്ട്, അതിവിടെ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് റെഡിയായത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.